ചേച്ചി കഴിഞ്ഞ ചേച്ചി ഇല്ലടി നാട് ഒടിഞ്ഞണ്ട. ഞാനും അടുത്ത് ചേച്ചി. അമ്മ നല്ല പണിയാ തന്നത്. മക്കളെ എന്തെടുക്കാ മക്കളെ, എന്തു പറ്റി? അമ്മമ്മേ ഞങ്ങൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. അതെ അമ്മമ്മേ. അയ്യോ, അതിന് നിങ്ങൾ എന്താ വിഷമിച്ചിരുന്നേ? അതാ അമ്മമ്മേ, അമ്മ ഞങ്ങൾക്ക് നല്ല പണിയൊന്നാ രാവിലെ തൊട്ട് തുടങ്ങിയത് അമ്മമ്മേ. ഒരു മിനിറ്റ് പോലും വിശ്രമിച്ചില്ല. നടുവൊക്കെ വേദനെടുക്കണം അമ്മമ്മേ. മക്കൾ ഇതൊക്കെ നിർത്തിക്കേ, ഞാൻ ഇനി വന്നേ. അമ്മമ്മ എങ്ങനെ വന്നേ? അപ്പൂപ്പൻ എന്ത്? അപ്പൂപ്പൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി പോണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അമ്മമ്മ 2 ദിവസം ഇവിടെ ഉണ്ട്. ആട്ടെ, നിങ്ങളുടെ അമ്മ എന്ത്? അമ്മമ്മയുടെ മോൾ ഇവിടെ തന്നെ ഉണ്ട്. ഒറ്റ അല്ലാടി, 2 എണ്ണം കൊടുക്കാം. അയ്യോ വേണ്ട അമ്മമ്മ, അമ്മ ഞങ്ങളെ വഴക്ക് പറയും. ഓഹോ, അതൊന്ന് കാണണമല്ലോ. ഇന്ദിരാ, എടി ഇന്ദിരാ. അമ്മേ, അമ്മ ഇത്ര നേരത്തെ വന്നോ? ആഹാ, അപ്പൊ അമ്മമാരും അമ്മയ്ക്ക് അറിയായിരുന്നല്ലേ? അത് പിന്നെ അതല്ലേ നിങ്ങളെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിച്ചേ. എന്നോട് ആര് പറഞ്ഞു പിള്ളേരെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കാൻ? എന്റെ പൊന്നമ്മേ, ഒരധികം പണിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ കണ്ടതോ, പിള്ളേർ ഇവിടെ വിഷമിക്കുകയായിരുന്നു. ഇല്ലമ്മേ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ദേ ഇന്ദിര, മര്യാദക്കിരുന്നോ. പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ എന്റെ സ്വഭാവം മാറും. എന്റെ പൊന്നമ്മേ, ഞാൻ ഇവരോട് ഇവിടെ ഒന്ന് അടിച്ചിടാൻ മാത്രമേ പറഞ്ഞോളൂ. അടിക്കാനോ? അടിക്കാൻ മാത്രമൊന്നുമില്ല. തൂത്ത് തുടക്കി ഉറത്തി നായായി എന്തൊക്കെയായിരുന്നു. കണ്ടോ കണ്ടോ, പിള്ളേർ പറയണ കേട്ടോ. അവര് ടി വി കാണാൻ വിടാത്തോണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ. പിള്ള മനസ്സിൽ കള്ളയില്ല. മര്യാദക്ക് നിന്നോ നീ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്കിപ്പോ കിട്ടും. അത് പിന്നെ അമ്മേ, നീ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാ നിനക്ക് കൊള്ളാം. മക്കളെ, നിങ്ങളകത്ത് പോയി കളിക്ക്. ശരി ഇതിലേ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നീ അതെല്ലാം എടുത്ത് അടുക്കളയോട്ട് വെച്ചേക്ക്. എന്താ അമ്മയെ കൊണ്ടുവന്നേ? ഏത്തക്കായും കപ്പയും ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട്. പൊന്നോ, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എടുക്കണോ? ഈ പിള്ളേരെ വാ, നമുക്ക് എടുക്കാം. ഇന്ദിര, നിന്നോട് ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ എടുത്തോളാവേ. അമ്മ എന്നെ വെറുതെ വഴക്ക് പറഞ്ഞു. വഴക്കല്ല, 2 എണ്ണം തരുവോ വേണ്ടേ? പാവം പിള്ളേര് എന്ത് കഷ്ടപ്പെടുന്നു. എന്റെ പൊന്നമ്മേ, കള്ള കൂട്ടങ്ങള് ചുമ്മാ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാ. പിള്ളേരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. അമ്മ കൊള്ളാലോ. ഈ പ്രായത്തിലൊക്കെ ഞാൻ പണിയെടുത്തില്ലെങ്കിൽ അമ്മ എനിക്കിട്ട് ചൂലിനടിക്കുമായിരുന്നു. ആ കാലം പോലെയാണോ ഈ കാലം? കാലമൊക്കെ മാറിയില്ലേ? അമ്മ കളിയാ, പിള്ളേര് മതിയല്ലോ, ഞാൻ ഉണ്ടല്ലോ. അച്ചോടാ ഇല്ല കേട്ടോ. കറക്റ്റ് സമയത്ത് അമ്മ വന്ന് അമ്മക്കിട്ട് 2 രൂപ കൊടുക്കുകയും ചെയ്തു. വല്ലാത്ത സന്തോഷം. അടി, അമ്മ ഇപ്പൊ വന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കേണ്ടി വന്നേനെ. കൊച്ചു ചേച്ചി, അമ്മൂമ്മ അമ്മേനെ വഴക്ക് പറയണ കേട്ടാ. നമുക്കിട്ട് കിട്ടാനുള്ള പോലെ തന്നെ. എന്താണേ എടി, ഇന്നപ്പോ കപ്പ ഉറപ്പാ. കപ്പയും കക്കാർച്ചിയും മീൻചാറൊക്കെ കൂട്ടി, മീൻ വറുത്തൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. പിന്നെ അല്ല, ഇനി ഒരു ചക്കയാണോ വെക്കാൻ പോകുന്നത്? അതാണെങ്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. കൊതിപ്പിക്കാതെ ഇത്രയും പണിയെടുത്തിട്ട് വിശന്നിട്ട് മേലെ വേഗം നമ്മളെ വിളിക്കായിരിക്കും. കഴിക്കാനോ പണിയെടുക്കാനോ? അമ്മൂമ്മ 2 ദിവസം ഇവിടെ ഉണ്ട്. 2 ദിവസം നമുക്ക് ആഘോഷിക്കാം.